Good morning, all. Okay. Okay. And just the vice one care no. Vice one care no. Okay. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമ്മളെ ട്രേഡ് യൂണിയന്റെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോയത്. എന്തൊക്കെ റീസൺ കൊണ്ട് അതിൽ അംഗത്വം സ്വീകരിക്കാം, അതേപോലെ തന്നെ ട്രേഡ് യൂണിയന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് റോൾ ഓർ ഫങ്ഷൻ ഓഫ് ട്രേഡ് യൂണിയൻ. അത് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? അല്ലേ? Role or function of a trade union. ആണോ? ആരെങ്കിലും വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്ക് എന്താണ് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. നമ്മളെ ട്രേഡ് യൂണിയന്റെ പങ്ക് എന്താണെന്നുള്ളതാണ്. ഏതൊരു ഓർഗനൈസേഷനും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേക കർത്തവ്യം നിർവഹിക്കേണ്ടതാണ്ടാവും. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ, അവർക്ക് എത്രത്തിലുള്ള ഇൻഡസ്ട്രികൾ അതല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ടായിരിക്കും തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ആ യൂണിയൻ ആ ഇൻഡസ്ട്രിയിൽ നിലകൊണ്ടു പോകുന്നത്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളിൽ ഫസ്റ്റ് പറയുന്നത് മിലിറ്റന്റ് ഫംഗ്ഷൻ ആണ്. എന്താണ് മിലിറ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഓക്കെ, അതെന്താണെന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ അണ്ടർടേക്കൺ ബൈ ട്രേഡ് യൂണിയൻസ് ഫോർ ദെയർ മെമ്പേഴ്സ് better economic future and a conducive working condition in their employment. ഓക്കെ, നമുക്കറിയാം ഒരു തൊഴിലാളി വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻലി അല്ലെ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു റിസ്ക് അത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലംസ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസും അല്ലെ അവിടെ തൊഴിലിടത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ വരാവുന്ന എക്കണോമിക് കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഭാവിയിൽ അല്ലെ അവർക്ക് വരാൻ സാധ്യതയുള്ള സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാനായിരിക്കും നിലവിലുള്ള അല്ലെ ഡേ ടു ഡേ ലൈഫിൽ അഭിമുഖീകരിക്കേണ്ട സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തതിന് വേണ്ടിയിട്ടായിരിക്കാം எனவே അവര് വർക്ക് ചെയ്തിട്ട് ഓരോ ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എക്കണോമിക് ആയിട്ടുള്ള ഫ്യൂച്ചർ അല്ലെ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ ട്രേഡ് യൂണിയനുകളിൽ അവരുടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. സച്ച് ആക്ടിവിറ്റീസ് ഹാവ് ദ ഫോളോയിങ് മെയിൻ എയിംസ്. തീർച്ചയായിട്ടും നമുക്കറിയാം എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ അല്ലെ സ്റ്റാറ്റസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെക്യൂർ ആയിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അല്ലെ ഒരു ഫിനാൻഷ്യൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകൾ എംപ്ലോയിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അപ്പൊ അത് നോക്കാം. മിലിറ്റന്റ് ഫങ്ഷൻസിൽ പ്രധാനമായിട്ട് റെഫർ ചെയ്യുന്നത് എന്താണ് അല്ലെ, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഇറ്റ് റെഫേഴ്സ് ടു വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ അണ്ടർടേക്കൺ ബൈ ട്രേഡ് യൂണിയൻസ് ഫോർ ദെയർ മെമ്പേഴ്സ് ബെറ്റർ എക്കണോമിക് ഫ്യൂച്ചർ അല്ലെ, നല്ലൊരു സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ഫ്യൂച്ചർ അല്ലെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഈ സാമ്പത്തിക കാര്യങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ തൊഴിലുടമയിൽ നിന്ന് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തൊക്കെ സാമ്പത്തിക വശങ്ങൾ ഇവർക്ക് ഫേവറബിൾ ആയിട്ട് വരുന്നോ എംപ്ലോയിക്ക് ഫേവറബിൾ ആയിട്ട് വരുന്നോ അതെല്ലാം കൈകാര്യം ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് മിലിറ്റന്റ് ഫങ്ഷൻസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? എന്താണ് മിലിറ്റന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ഓക്കെയാണോ? ക്ലിയറായോ? എക്കണോമിക്കലായിട്ടുള്ള ഫ്യൂച്ചർ അല്ലെ, എക്കണോമിക് കണ്ടീഷൻസ് എംപ്ലോയീസിന്റെ എക്കണോമിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകൾ ആ വശങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് നിലകൊള്ളുന്നതാണ് ട്രേഡ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ. പിന്നെ അതില് പ്രധാനമായിട്ടും മെയിൻ എയിംസ് പറയുന്നുണ്ട്. ടു എൻഷുർ ഇൻക്രീസ്ഡ് വേജസ് ആൻഡ് ബെറ്റർ
workplace conditions. Okay, to ensure increased wages and better workplace conditions. അതായത് അവർക്ക് എന്തെങ്കിലും സാലറി ഒക്കെ കൂട്ടിക്കിട്ടുന്നത് അല്ലെ, നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിലുള്ള സാലറി തന്നെയായിരിക്കില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവർ മേടിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാവും അല്ലെ. അത് സാലറി കൂട്ടി കിട്ടണമെന്ന് എംപ്ലോയി വെറുതെ ഒന്ന് ആവശ്യപ്പെട്ടാൽ തൊഴിലുടമ അപ്പൊ തന്നെയൊന്നും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനം എടുക്കില്ല അല്ലെ. യൂണിയന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് അവരെ കുറച്ച് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടൊക്കെയാണ് സാലറി ഇങ്ങനെ കൂട്ടി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തില് വേജസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുന്നത് തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന്റെ അഫോർഡോട് കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നല്ല വർക്ക് പ്ലേസ് കണ്ടീഷൻസും അല്ലെ, അവർക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള വർക്ക് പ്ലേസ് കണ്ടീഷൻസ് ഒക്കെ ഫേവറബിളായിട്ട് ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവൈലബിൾ ആക്കുന്നത്. Then to increase the stature of employees in the industry. അതായത് നമുക്കറിയാം അവരുടെ ഇൻഡസ്ട്രിയിൽ അല്ലെ, വ്യവസായത്തിൽ അവരുടെ സ്റ്റാറ്റസും അല്ലെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്ത് കൊടുക്കാനും ട്രേഡ് യൂണിയൻ അവരെ ഹെൽപ്ഫുൾ ആക്കി കൊണ്ടുപോകുന്നു. Then to safeguard workers against victimization and injustice. ഏതെങ്കിലും എംപ്ലോയിനോട് അനീതി അല്ലെങ്കിൽ വിക്ടിമൈസേഷൻ അല്ലെങ്കിൽ പ്രൊമോഷൻ സാധ്യതകൾ വേജസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ വർക്കിനോട് ഏൽപ്പിക്കുമ്പോൾ അല്ലെ എന്തെങ്കിലും ഒരു വിക്ടിമൈസേഷൻ അല്ലെങ്കിൽ അനീതിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ട്രേഡ് യൂണിയൻ അവരുടേതായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും മിലിറ്റന്റ് ഫങ്ഷൻസിൽ ഇതിലാണ് വരുന്നത്, മിലിറ്റന്റ് ഫങ്ഷൻസിലാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് മിലിറ്റന്റ് ഫങ്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ എന്താന്നുള്ളത്? എയിംസുകൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. To ensure increased wages and better workplace conditions. Then to increase the stature of employees in the industry. To safeguard workers against victimization and injustice. Okay, injustice അനീതി അല്ലെങ്കിൽ വേർതിരിവ്, then അതേപോലെ തന്നെ stature of employee, then വർക്കിംഗ് കണ്ടീഷൻസ്, അതോടൊപ്പം തന്നെ വേജസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി വീണ്ടും ഫ്രക്ടേണൽ ഫങ്ഷൻസ്. എന്താണ് ഫ്രക്ടേണൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? നോക്കാം എന്താണ് ആ ഒരു ടേമിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ. There are another type of activities which are taken by these unions in order to help its members in enhancing their efficiency and at the time when they are in need. നമുക്കറിയാം ഇത് അവരുടെ കാര്യക്ഷമത, അവരുടെ അതായത് എംപ്ലോയീസിന്റെ കാര്യക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണോ അവർക്ക് ആവശ്യം, ഓക്കെ, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് തൊഴിൽ ആയിട്ട് നല്ല എന്താ പറയുക കോൺഫിഡൻസോട് കൂടിയിട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ ട്രെയിനിങ് അവർക്ക് ആവശ്യമായിട്ട് വരും. അതല്ലെങ്കിൽ സ്ട്രെസ് ഒന്നും ഇല്ലാതെ പോകണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വളരെ റിലാക്സ് ചെയ്യേണ്ട ഒരു അല്ലെ, റിലാക്സ് ഈ പറഞ്ഞ കണ്ടിന്യൂസ് വർക്കിംഗ് അവേഴ്സിന് പകരം അല്ലെ ഇടയ്ക്കിടയ്ക്ക് ഒരു ലീവോ അതല്ലെങ്കിൽ എന്താണ് ഒരു ചെറിയ രീതിയിൽ വേണ്ട ആക്ടിവിറ്റി കഴിയുമ്പോഴെങ്കിലും ഒരു ലീവ് ഒക്കെ അനുവദിക്കുന്ന മാറ്റേഴ്സുകളൊക്കെ അല്ലെ, അത്തരത്തിലുള്ള രീതിയൊക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരത്തില് അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ എഫിഷ്യൻസി, അവരുടെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിന് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് ഫ്രക്ടേണൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. Okay, which are taken up by this union in order to help its members in enhancing their efficiency and the time when they are needing it. ഏത് സമയത്താണോ എന്ത് ആവശ്യമാണോ അവരുടെ എഫിഷ്യൻസി ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ആവശ്യമുള്ളത് അതിനനുയോജ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. This union makes effort to promote the cooperation and enhance the coordinate relations among industries. നമുക്കറിയാം നമ്മളൊരു ജോലിയിൽ വ്യാപൃതമാകുമ്പോൾ എന്താണ് ഒരു നല്ലൊരു അന്തരീക്ഷം, സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിന് പോകാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ? എങ്ങനെയായിരിക്കില്ലേ ആഗ്രഹിക്കുന്നത്? ആണോ? ഒരു എന്താ പറയുക ഒരു സ്ട്രെസ്സും എല്ലാവരൊക്കെ ആയിട്ട് ഒരു നല്ല മിംഗ്ലിംഗ് ഒന്നും അല്ലാത്ത രീതിയിൽ ഓഫീസിൽ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു താല്പര്യം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ പോവാതിരിക്കാനായിരിക്കും നോക്കുക. കാരണം എന്താ
നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഒരു അല്ലെ ഒരു എൻജോയ് ചെയ്യുന്നതോടൊപ്പം വർക്ക് ചെയ്യാനായിരിക്കും എല്ലാവരും. തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നല്ല ഫോട്ടോട് കൂടിയിട്ടുള്ള റിസൾട്ട് തൊഴിലുടമയ്ക്ക് കാഴ്ചവെക്കാനും സാധിക്കും. ഓക്കെ, അത് എംപ്ലോയിയുടെ അത്തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഫുൾഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്കത് പ്രകടമാക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ പറയാണ് ദീസ് യൂണിയൻസ് മേക്ക് എഫേർട്ട് ടു പ്രൊമോട്ട് കോർപ്പറേഷൻ ആൻഡ് എൻഹാൻസ് കോർഡിനേഷൻ റിലേഷൻസ് അമംഗ് ഇൻഡസ്ട്രീസ്. വ്യവസായത്തിൽ തന്നെ ഉടനീളം നമുക്കറിയാം നല്ലൊരു ബന്ധങ്ങളൊക്കെ വരച്ചു പുലർത്താനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അത് തൊഴിലുടമയുടെ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ അവൈലബിൾ ആക്കുന്നു. They also impart education and culture to their members. ഓക്കെ, നമുക്കറിയാം എന്തെങ്കിലും അറിവുകളും അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അല്ലെ അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എംപ്ലോയീസിനൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതും യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയായിരിക്കും. സച്ച് ഫങ്ഷൻസ് ഇൻവോൾവിംഗ് ഇൻ ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. അവിടെയും കുറച്ച് ആക്ടിവിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, അണ്ടർടേക്കിംഗ് മോട്ടിവേഷണൽ വെൽഫെയർ മെഷേഴ്സ്. ഓക്കെ, എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ എംപ്ലോയീസിന് പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പെൻഷൻ ബെനിഫിറ്റ്സിലൊക്കെ ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കണ്ടു. അപ്പൊ അത്തരത്തില് ഇൻ കേസ് ചിലപ്പോ കൗൺസിലിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവലിംഗ് സൗകര്യങ്ങളായിരിക്കും, ക്യാബിൻ സർവീസുകളായിരിക്കും, ഏതെങ്കിലും തരത്തില് അല്ലെ എംപ്ലോയീസിന് എന്താണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അവിടെ അവൈലബിൾ ആക്കി കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. ബൂസ്റ്റിംഗ് സെൽഫ് കോൺഫിഡൻസ് ഓഫ് വർക്കേഴ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞു നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് ട്രെയിനിങ് ആവശ്യമായിരിക്കും അല്ലെ. പുതിയൊരു മെഷീനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് എംപ്ലോയീസിന് ലഭ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ട്രെയിനിങ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ. ഒരു നമ്മുടെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് കാരണം ചെറിയ രീതിയിലെങ്കിലും വർക്ക് സമ്പാദിക്കുമ്പോൾ ആ അറിവിന്റെ വെളിച്ചത്തിലെങ്കിലും അല്ലെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. Then appreciating discipline and the sincerity of employees. ഓക്കെ, തൊഴിലാളികളുടെ ആത്മാർത്ഥത അല്ലെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു നല്ല പ്രവർത്തികൾക്കൊക്കെ കുറച്ച് അപ്രീസിയേഷൻ ഒക്കെ അല്ലെ അത് നല്ല ബെറ്റർ ആകുക അല്ല അംഗീകാരങ്ങളൊക്കെ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന്റെ ഇടപെടൽ കൊണ്ട് തന്നെയായിരിക്കും അവർക്ക് അവൈലബിൾ ആകുന്നത് അല്ലെ. ചിലപ്പോഴൊക്കെ തൊഴിലുടമ ഇതൊന്നും കണ്ടില്ല എന്ന് വെച്ച് പോകുകയായിരിക്കും അല്ലെ. എന്നാൽ ആത്മാർത്ഥതയോടുകൂടി പോകുന്ന വർക്കേഴ്സിന്റെ എഫേർട്ട് ഒന്നും കണ്ടില്ല എന്ന് വെച്ചായിരിക്കും ചിലപ്പോൾ തൊഴിലുടമ വ്യാപൃതമാകുന്നത്. പക്ഷെ യൂണിയൻ ലീഡേഴ്സ് അല്ലെ തീർച്ചയായിട്ടും അവരുടെ എഫേർട്ട് കൊണ്ടാണെന്നുള്ളതൊക്കെ ചിലപ്പോൾ ചെറിയ കോംപ്ലിമെന്റ് ഒക്കെ അവർക്ക് കൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെടും. തീർച്ചയായിട്ടും അത്തരത്തില് എംപ്ലോയിനെ ഹാപ്പി ആക്കാനായിട്ടുള്ള ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അതൊക്കെ നമുക്കറിയാം ഫ്രറ്റേണിയൽ ഫങ്ഷൻസിലാണ് വരുന്നത്. Then protecting female employees from discrimination. കേസ് വേർതിരിവ് അല്ലെ ഫീമെയിൽ മെയിൽ എന്നുള്ള കാറ്റഗറി വൈസ് ചെയ്ത് എന്തൊക്കെയൊക്കെ വേർതിരിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻ അവിടെ വ്യാപൃതമാകും. ഓക്കെ, ഫ്രറ്റേണൽ ഫങ്ഷൻസ് ഇപ്പം എന്താണ് നമ്മൾ മിലിറ്റന്റ് ഫങ്ഷൻസും കണ്ടു. അതേപോലെ തന്നെ ഫ്രറ്റേണൽ ഫങ്ഷൻസ്. മിലിറ്റന്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ എക്കണോമിക് ആസ്പെക്ട് ആയിട്ടുള്ള അവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ ഇൻജസ്റ്റിസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ തീർച്ചയായിട്ടും നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്നു. ഫ്രറ്റേണൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എംപ്ലോയീസിന്റെ നല്ല ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിന് അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കും. ഓക്കെയാണോ? ജസ്റ്റ് എന്താണ് ഫ്രറ്റേണൽ ഫങ്ഷൻസ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാ. ഓക്കെ, നമുക്കറിയാം എഡ്യൂക്കേഷൻ കൾച്ചർ ഓഫ് ടു ദയർ മെമ്പേഴ്സ് ഇതെല്ലാം അല്ലെ സജസ്റ്റ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഫ്രറ്റേണൽ ഫങ്ഷൻസിൽ ഇൻവോൾവ് ആയിരിക്കുന്നതിലപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക. വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസിനുള്ള കാര്യങ്ങള്, പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്. ഒരു പോയിന്റ് കൂടിയുണ്ട്, ക്രിയേറ്റിംഗ് ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമുക്കറിയാം എന്തെങ്കിലും അല്ലെ എംപ്ലോയീസിന് പ്രൊമോഷനൊക്കെ സാധ്യത വരുന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും തൊഴിലുടമ അവർക്ക് അനുയോജ്യമായ രീതിയിലൊന്നും വ്യക്തമാക്കി കൊടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയൻ ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അല്ലെ അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നു. ക്രിയേറ്റിംഗ് ഗ്രോത്ത് എംപ്ലോയിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ പ്രൊമോഷൻ സാധ്യതകൾക്കൊക്കെ വേണ്ടിയിട്ടും ട്രേഡ് യൂണിയനുകൾ അവിടെ പ്രവർത്തിക്കുന്നു.
Then protecting female employee from discrimination. നമുക്കറിയാം വേർതിരിവുകളെല്ലാം ഒഴിവാക്കി കൊണ്ടുവരാനായിട്ട് ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തിക്കുന്നു. ഓക്കെ അല്ലേ? എന്താണ് മിലിറ്റന്റ് ഫങ്ഷൻസ് എന്നുള്ളതോ പ്രത്യേക ഫങ്ഷൻസ് എന്നുള്ളതോ കിട്ടുന്ന മാതിരിക്ക് എന്താണ് മൈൻഡിലേക്ക് വരുന്ന ഇന്ന കാര്യങ്ങളാണ് മിലിറ്റന്റ് ഫങ്ഷൻസ്. പ്രത്യേക ഫങ്ഷൻസിൽ ഇന്ന പോയിന്റ്സുകളാണ് മൊബൈൽ വരേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ണോ? താഴേക്ക് പോവാലോ? ഓക്കെ, അപ്പൊ ഹെഡിങ് ഓർത്ത് വെക്കുക. മിലിറ്റന്റ് ഫങ്ഷൻസ്, ഫ്രക്ടൈനൽ ഫങ്ഷൻസ്, പൊളിറ്റിക്കൽ ഫങ്ഷൻസ്. പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോഴും നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത് നോക്കാം. These functions are related to the association of the trade union with a political party and helping the political party by bringing more members to it. ഓക്കെ, നമുക്കറിയാം പൊതുവെ മിക്കവാറും എന്താണ് യൂണിയനുകളൊക്കെ ഏതെങ്കിലും അല്ലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ തന്നെയായിരിക്കും അവിടെ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയായിരിക്കും മെമ്പേഴ്സിനെയൊക്കെ അവിടെ കൂട്ടി വരാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. Then donation collection and taking the help of political parties during strikes and lockouts are also the political functions of the trade unions. ഓക്കെ, നമുക്കറിയാം ഈ ട്രേഡ് യൂണിയന്റെ ഹെൽപ്പോട് കൂടിയിട്ട് കുറെ നമുക്ക് ഫണ്ടൊക്കെ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻ കാര്യങ്ങളൊക്കെ അത് അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് നേടിയെടുക്കാനൊക്കെ സാധിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് വരുമ്പോഴോ അല്ലെ ഇവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യണമെങ്കിൽ ഫണ്ട് ആവശ്യമാണ്. ഇൻഡസ്ട്രിയിൽ തന്നെ യൂണിയനൊക്കെ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഫണ്ടൊക്കെ ഇവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ തന്നെ ശേഖരിക്കാം. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് നമുക്കറിയാം സ്ട്രൈക്ക് അത് മാത്രമല്ല ഈ സ്ട്രൈക്ക് ലോക്കൗട്ടുകളൊക്കെ പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ നടത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്ന കൂട്ടത്തിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകേണ്ടതാണ്. പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് സ്ട്രൈക്കും ലോക്കൗട്ടുകളും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഫണ്ട് സമാഹരണങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും. Then the political functions involves influencing government policy decision towards the interest and welfare of workers. ഓക്കെ, നമുക്കറിയാം കുറെ ആക്ടുകളും റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് തന്നെ അവിടെയുള്ള എംപ്ലോയീസിനോടൊക്കെ വ്യാപൃതമാണ് അല്ലെ. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഇൻഡസ്ട്രി അല്ലെങ്കിൽ തൊഴിലുടമ എന്താണ് എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ അതിനെ നിയമപരമായിട്ട് തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് ഈ പൊളിറ്റിക്കൽ സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എംപ്ലോയീസിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെ അത്തരത്തിലുള്ള നയങ്ങളൊക്കെ രൂപീകരിക്കാനായിട്ട് സാധിക്കുന്നു. എംപ്ലോയീസിന് എന്താണോ ഫേവറബിൾ അതിനനുസരിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് അതിനനുസരിച്ച് ഗവൺമെന്റ് അവര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെ, പ്രചോദിപ്പിക്കുന്നു. Then second one by the contribution in the formulation of the policies as well as their implementation is the duty of trade union. Okay, നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ ഡ്യൂട്ടി തന്നെയാണ് ഈ പറഞ്ഞ മാതിരി തന്നെ പോളിസികളൊക്കെ രൂപീകരിക്കുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള സംഭാവനകൾ അല്ലെ. നമുക്കറിയാം എംപ്ലോയീസ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു റൂൾസ് അല്ലെങ്കിൽ നിയമങ്ങളെല്ലാം രൂപീകരിക്കപ്പെടാൻ അവർക്ക് കൊടുക്കുന്നത്. In many countries, union are greatly interested in the political process of the government and try to participate in it actively. ചില കൺട്രികളിലൊക്കെ നമുക്കറിയാം ഇന്ന പാർട്ടിയാണ് അധികാരത്തിലെങ്കിൽ അല്ലെ ഇന്ന യൂണിയന്റെ അധികാരത്തിലാണ് ഭരിക്കണമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ടൈമിലൊക്കെ ആ ഇൻഡസ്ട്രിക്ക് പ്രോഗ്രസ് ഉണ്ടാവും. അതല്ലാത്ത ടൈമിൽ തന്നെ നമുക്കറിയാം അവരുടെ ബിസിനസ് ഡൗൺ ആയി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Okay, the status of economic and social development decides what would be the type and the extent of the participation of the unions in the particular process of the government. നമുക്കറിയാം സാമ്പത്തിക അവസ്ഥ എടുത്ത് നോക്കിയാലും ഇത് ഗവൺമെന്റിന്റെ അല്ലെ ഏത് യൂണിയന്റെ അധികാരം അതായത് ഏത് ഗവൺമെന്റ് അവർക്ക് അതിനനുസരിച്ചിട്ട് നമുക്കറിയാം ഫണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കാനായിട്ട് സാധിക്കും. അതിന് നീക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവരുടെ റെക്കമെൻഡേഷനോട് കൂടിയിട്ടൊക്കെ നൽകിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ.
അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഒരു എക്കണോമിക് ആയിട്ട് സോഷ്യൽ ഡെവലപ്മെന്റ് ആയിട്ടും അല്ലെ നമുക്കറിയാം സാമ്പത്തികപരമായിട്ട് സാമൂഹികപരമായിട്ടും നമുക്ക് ഡെവലപ്മെന്റ് കൈവരുത്തരമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്വാധീന ശക്തി അവിടെ ആവശ്യമാണ്. അപ്പൊ പൊളിറ്റിക്കൽ പ്രവർത്തനങ്ങളും യൂണിയനുകൾ അവിടെ എംപ്ലോയിക്ക് അനുകൂലമായിട്ട് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രട്ടേണൽ ഫങ്ഷൻസ്, മിലിറ്റന്റ് ഫങ്ഷൻസ്, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സ്വാധീനം, രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം എംപ്ലോയിക്ക് ലഭ്യമാക്കി കൊടുക്കും. ഒക്കെയാണോ? പ്രധാനമായിട്ടും മനസ്സിലാക്കുക ഇൻഫ്ലുവൻസിങ് ഗവൺമെന്റ് പോളിസി ഡിസിഷൻസ് ടുവേർഡ്സ് ദ ഇൻട്രസ്റ്റ് ആൻഡ് വെൽഫെയർ ഓഫ് വർക്കേഴ്സ്. ഇവരുടെ സ്വാധീന ശക്തി കൊണ്ട് തന്നെ എന്തെങ്കിലും നയങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ അല്ലെ എംപ്ലോയീസിന്റെ അനുകൂലമായിട്ട് എംപ്ലോയീസിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള നയങ്ങളൊക്കെ ആയിരിക്കും ഗവൺമെന്റിനെ സ്വാധീനിച്ചുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഏത് ഫങ്ഷൻസിലാണ് പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, പൊളിറ്റിക്കൽ ഫങ്ഷൻസിലാണ് പെടുന്നത്. ക്ലിയർ അല്ലേ? ആണോ? ആൻസിലിയറി ഫങ്ഷൻസ്. അപ്പൊ ആ ഫങ്ഷൻസിന്റെ പേര് മൈൻഡിലേക്ക് കൊണ്ടുവരാം. മിലിറ്റന്റ് ഫങ്ഷൻസ്. നെക്സ്റ്റ് വൺ എന്താണ്? മിലിറ്റന്റ് ഫങ്ഷൻസ് കഴിഞ്ഞാൽ എന്താണ്? മിലിറ്റന്റ് ഫങ്ഷൻസ് കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ്? റോയോ എന്ത് ഫങ്ഷൻസ് ആണ്? ആരും മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. നിങ്ങൾ പഠിച്ചു പോകട്ടോ. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അത് ഏത് കാറ്റഗറിയിലാണെന്നുള്ളത് മനസ്സിലാക്കി പോകാനാണ്. മിലിറ്റന്റ് ഫങ്ഷൻസ് കഴിഞ്ഞാൽ ഫ്രക്ചേണൽ ഫങ്ഷൻ. നെക്സ്റ്റ് എന്താണ്? പൊളിറ്റിക്കൽ ഫങ്ഷൻസ്. ഫോർത്ത് വണ് ആൻസിലിയറി ഫങ്ഷൻ. ഓക്കെ, അങ്ങനെ 4 ഫങ്ഷൻസ് മാത്രമാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളൂ. പക്ഷെ ഓരോ ഫങ്ഷൻസിലും എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഐഡിയ മൈൻഡിൽ ഉണ്ടാവണം. അപ്പോഴാണ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് ഏത് ഫങ്ഷൻ ആണെന്ന് ഓർത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ ഫങ്ഷൻസിൽ നിന്ന് പൊതുവെ ചോദ്യം കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തിരി ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞത്. ജസ്റ്റ് മനസ്സിലാക്കുക 4 ഫങ്ഷൻസേ ഉള്ളത്. അത് ഫസ്റ്റ് വൺ എന്താണ്? മിലിറ്റന്റ് ഫങ്ഷൻ. സെക്കൻഡ് വൺ എല്ലാ ക്ലാസ്സിലും അല്ല ടോപ്പറാണെന്ന ഒരു മെസ്സേജ് അയക്കും. അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ ക്യാച്ച് ചെയ്ത് പോകും. പരമാവധി എങ്ങനെ തന്നെ പഠിച്ചു പോകാനൊക്കെ ശ്രമിക്കാം. ഓക്കെ, ഫങ്ഷൻ. തേർഡ് വൺ ആണ് പൊളിറ്റിക്കൽ ഫങ്ഷൻ. ഫോർത്ത് വൺ ആൻസിലറി ഫങ്ഷൻ. നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്താ പറയാ ചോദിച്ച് ക്ലാസ് എടുക്കാനും പറ്റില്ല. ചില നേരത്തെ അങ്ങനെ ഫ്ലോയില് നമ്മൾ അടുത്ത് പോകും. ഓക്കെ, കുറച്ചും കൂടി നിൽക്കാറുണ്ട്. അപ്പൊ നോക്കാം. ആൻസിലിയറി ഫങ്ഷൻ ആണ് അടുത്ത്. ഹെഡിങ് അങ്ങനെ പഠിച്ചു പോകാനോ. Ancillary functions എന്താ പറയുന്നത്? Nowadays, unions have acquired representative functions other than their usual functions. Okay, നമുക്കറിയാം യഥാർത്ഥത്തില് സാധാരണയുള്ള ഫങ്ഷൻസ് ആണ് ancillary functionsൽ പെടുന്നത്. അതിന് പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ some of the trade unions are trying to enhance the area of their service in order to create a value in the eye of their members. അതായത് അവരുടെ കാഴ്ചപ്പാടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അത് കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കാനായിട്ട് മെമ്പേഴ്സിന് താല്പര്യം കാണും. സർവീസ് പ്രൊവൈഡ് ബൈ include legal and financial advice as well as how to improve one's skill. Okay, നമുക്കറിയാം ഓരോ തൊഴിലാളികളുടെയും സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിന് അത് ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അവിടെ ലഭ്യമാക്കേണ്ടതുണ്ട്. These new functions of trade unions are known as ancillary functions. This can be categorized under the following heads. Okay, എന്താണെന്നുള്ളത് നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പോ നവഡേയ്സിൽ എന്തൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ക്യാച്ച് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ഏതൊരു എംപ്ലോയിയുടെയും ആവശ്യമാണ്. കാരണം നമുക്കറിയാം അല്ലെ നേരത്തെ കൂട്ടി നമ്മൾ നേടിയിരിക്കുന്ന ആ വിജ്ഞാനം മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് നമുക്ക് പുരോഗമനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല അല്ലെ.
പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ നേടി പോകണം. എങ്കിൽ മാത്രമാണ് ആ പേഴ്സൺ അല്ലെ മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിട്ട് വർദ്ധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ നോക്കുക വെൽഫെയർ ആക്ടിവിറ്റീസ് ആയിട്ടും അതേമാതിരി തന്നെ എഡ്യൂക്കേഷനായിട്ട് രണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിലെ വെൽഫെയർ ആക്ടിവിറ്റീസിൽ പറയുന്നത് ദീസ് ആർ വേരിയസ് ടൈപ്സ് ഓഫ് വെൽഫെയർ മെഷേഴ്സ് വിച്ച് ആർ ടേക്കൺ അപ്പ് ബൈ മെനി യൂണിയൻസ്. These include providing houses, mutual funds, cooperative stores, cultural programs, setting up cooperative housing societies, banking and other medical facilities. നമുക്കറിയാം നവഡേയ്സുകളിൽ ഇപ്പോ പഴയ കാലഘട്ടത്തിൽ കുറച്ച് സാലറി കൂട്ടി ഒരു ഇച്ചിരി ബോണസ് കൊടുത്തു അല്ലെ, അങ്ങനെ തരത്തിലുള്ള പല ട്രഡീഷണൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊന്നല്ല ഇപ്പോഴത്തെ എംപ്ലോയീസ് അല്ലെ വേണ്ടി വരുന്നത്. അവിടെ ഇന്നോവേറ്റീവ് ആയിട്ട് തരത്തിലുള്ള പുതിയ രീതിയിലുള്ള ബെനിഫിറ്റ്സുകളൊക്കെ അല്ലെ വെൽഫെയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളൊക്കെയാണ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടത് അല്ലെ. ട്രെൻഡ് അനുസരിച്ചിട്ട് വേരിയേഷൻസ് അനുസരിച്ചിട്ട് തന്നെ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടിനോട് കൂടിയിട്ട് എംപ്ലോയീസിന് അവൈലബിൾ ആക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതില് പലതരത്തിലുണ്ട്. നമുക്കറിയാം ഇവിടെ ഹൗസസ്, പ്രൊവൈഡിങ് ഹൗസസ്, മ്യൂച്വൽ ഫണ്ട്സ്, കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്, നമ്മള് വെൽഫെയർ എന്താണ് അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ് പഠിച്ച കുറെ കാര്യങ്ങളാണ് അല്ലെ. കൾച്ചറൽ പ്രോഗ്രാംസ് നമുക്കറിയാം എംപ്ലോയീസ് ഒക്കെ ഹാപ്പി ആക്കി കൊണ്ടുപോകാൻ, അതല്ലെങ്കിൽ ലോഡ്ജിലൊക്കെ താമസിക്കുന്ന അല്ലെ കോട്ടേജിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ അവിടെ ലഭ്യമാക്കി കൊടുക്കുക. സെറ്റിംഗ് അപ്പ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ്, അതേമാതിരി തന്നെ ബാങ്കിങ് ആൻഡ് അതർ മെഡിക്കൽ ഫെസിലിറ്റീസ്, മറ്റു തരത്തില് എന്താണ് നമ്മുടെ ആരോഗ്യത്തിനെ കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ പുതിയ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ എംപ്ലോയീസിന് ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. അതിന് പ്രധാനമായിട്ടും നമുക്കറിയാം ട്രേഡ് യൂണിയൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. These activities also include training of women in various craft and skills which can help them in contributing to their family income. Okay, നമുക്കറിയാം ഈ കാലഘട്ടത്തില് പണം അല്ലെ അതിന് നല്ല മൂല്യമുള്ളതാണ്. കാരണം എന്താവശ്യം നിറവേറ്റണമെങ്കിൽ അല്ലെ ചെലവ് കൂടുതലാണ്. അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഇൻ കേസ് നമുക്കറിയാം എല്ലാവരോടൊപ്പം തന്നെ നിന്ന് പോകണമെങ്കിൽ അതനുസരിച്ചുള്ള ഫിനാൻസ് നമ്മുടെ അല്ലെ മതിയായ ഫിനാൻസ് ഏതൊരു എംപ്ലോയിക്കും ആവശ്യമാണ്. അപ്പൊ ആ ഇൻകംസ് ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മുടെ ഡ്യൂട്ടിയോടൊപ്പം ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന എന്തെങ്കിലും സൗകര്യങ്ങൾ, അവരുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ നോളജ് ഒക്കെ വികസിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ പാക്കേജുകളൊക്കെ ഇവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോടുകൂടി ഇത് അവൈലബിൾ ആക്കി കൊടുക്കുന്നു. ട്രേഡ് യൂണിയൻ ആണ് quite active in the field of welfare measures such as the Textile Labor Association Ahmedabad. ഇവിടെ ചെറുതായിട്ട് പറയുന്നുണ്ട് പഴയ കാലഘട്ടത്തില് അവർക്ക് വേണ്ടിയിട്ടല്ലേ വിമൻസിനൊക്കെ കുറച്ച് ഇത്തരത്തിലുള്ള ടെക്സ്റ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഫാമിലി ഇൻകംസ് ഒക്കെ വർദ്ധിപ്പിക്കാൻ അഡീഷണൽ ആയിട്ട് അല്ലെ വീട്ടിൽ ഇരുന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലാണെങ്കിലും അവരുടെ ഇൻകം വർദ്ധിപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. This association is working to organize self-employed women through another setup called self-employed women through. Okay, one sentence repeated ആണ്. അത് നിങ്ങളുടെ കയ്യിലും അങ്ങനെ തന്നെയാണോ? ആണോ? Self-employed women through another setup ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ്. Okay, set up called Self-Employed Women's Association, SEWA, SEWA, okay, SEWA. And they have also started banking service for this purpose. Okay, നമുക്കറിയാം അല്ലെ നമുക്ക് ഈ കാലഘട്ടത്തിൽ മറ്റു പലതരത്തിലുള്ള സൗകര്യങ്ങളായിരിക്കും ഡിവോഴ്സിനൊക്കെ സെപ്പറേറ്റ്. നമുക്കറിയാം ഇപ്പൊ ജോലിക്ക് പോകുന്നവരാണ് എങ്കിലും അതിനനുസരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഫണ്ട് സ്വരൂപണത്തിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ അവര് അതിനനുസരിച്ചുള്ള അല്ലെ ഫണ്ട് സമാഹരണത്തിന് എന്തെങ്കിലുമൊക്കെ പോളിസികളും കാര്യങ്ങളൊക്കെ കൊടുക്കും. അല്ലെ ഇൻ കേസ് ഹെൽത്ത് ഇഷ്യൂസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫേവർ ചെയ്യാനായിട്ട് അത് ഉപകാരപ്പെടും. അതേപോലെ തന്നെ ഇതേമാതിരി എന്തെങ്കിലും അല്ലെ ഈ പറഞ്ഞ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വിമൻസ് അസോസിയേഷനുകളൊക്കെ സേവ അതൊക്കെ ആ പഴയ കാലഘട്ടത്തിൽ ഇപ്പോഴും നിന്ന് പോകുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇവർക്ക് അവൈലബിളാക്കി കൊടുക്കുന്നത്. അവരുടെ സ്കില്ല് നോളജ് ഒക്കെ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മറ്റു രീതിയിലും എന്തെങ്കിലും ഇൻകംസ് നേടിയെടുക്കാൻ അല്ലെ തൊഴിലിനോടൊപ്പം തന്നെ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട്
കൂടിയതാണ്. ദെൻ വീണ്ടും പറയുന്നു എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ കണ്ടു രണ്ട് തരത്തിലാണ് കണ്ടത്. അതായത് ഒന്ന് നമുക്കറിയാം അവിടെ മറ്റു തരത്തിലുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ്. ഓക്കെ, നമുക്ക് പലതരത്തിലുള്ള അവരുടെ എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് പോലെയുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് കോൺട്രിബ്യൂഷൻ അല്ലെ അവർക്ക് സ്വന്തം ഫാമിലി ഇൻകം നേടിയെടുക്കാൻ വർഷം കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സൗകര്യങ്ങളും പ്രദാനം ചെയ്തെടുക്കുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷനിൽ എന്താ പറയുന്നത്? വർക്കേഴ്സ് ബിക്കം അവെയർ ഓഫ് ദെയർ എൻവയൺമെന്റ് ത്രൂ എഡ്യൂക്കേഷൻ. ഓക്കെ, നമുക്കറിയാം ഇപ്പോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വിവരങ്ങൾ നേടിയെടുക്കണം. അല്ലെ, നമ്മളിപ്പോ മൊബൈലൊന്നും യൂസ് ചെയ്യാത്ത ആരുമില്ല. അല്ലെ, മൊബൈലിൽ വരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാത്തവരായിട്ട് ആരുമില്ല. കാരണം ഉൾക്കൊണ്ടേ പറ്റൂ. ഇനി വരും തലമുറയ്ക്ക് നമ്മളിങ്ങനെ അല്ലെ എനിക്കറിയില്ല അല്ലെ പഴയ കാലഘട്ടത്തിന്റെ സിസ്റ്റമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി മാറ്റി അല്ലെ നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഭാവി അനുസരിച്ചേക്ക് പോകുള്ളൂ. ഇപ്പൊ കുറച്ച് പുതിയ അല്ലെ നമുക്ക് ഗൂഗിളും കാര്യങ്ങളൊക്കെ കിട്ടി കുറെ കാര്യങ്ങൾ കുറച്ചൊക്കെ വിവരങ്ങൾ കൂടുതൽ നമ്മൾ നേടിയെടുക്കാം അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യങ്ങൾ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് അല്ലെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ദിവസം ക്ലാസ്സോ ഒരു സെമിനാറോ അല്ലെ പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് മൊബൈൽ യൂസേജിനെ കുറിച്ചിട്ട് ഒക്കെ ഇപ്പോഴത്തെ നവഡേയ്സിലുള്ള കാലഘട്ടം അനുസരിച്ചിട്ടുള്ള സെമിനാറുകൾ അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്ത് വോയിസിന് കൊടുക്കുന്ന ഒരു രീതി തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന്റെ സപ്പോർട്ട് കൂടിയിട്ടായിരിക്കും. Certain attempts are taken in this regard by the unions. Trade unions launch various educational programs for employees in order to inform them about the problems and the matters of their concern. Okay, അവർക്ക് അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അല്ലെ വ്യത്യസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. Then these programs also include such subjects or topics which can be of great help for the workers, such as their rights and responsibilities, the participation schemes of workers, and the grievances redressal mechanism prevalent in their organization. അതായത് നമുക്കറിയാം ഒരു തൊഴിലിടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതായത് ചിലപ്പോ നമ്മൾ പറയും നന്നായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള മനോഭാവമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോ തന്നെ സൂപ്പർവൈസറിന്റെ ചെലുത്തും അല്ലെ അങ്ങനെയൊക്കെ ഉള്ള ഒരു നേച്ചർ അല്ലെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പെർഫോം ചെയ്യുന്നതിന് തന്നെ ഒരു സ്ട്രെസ്സും പേടിയൊക്കെ അവർക്ക് അനുഭവപ്പെടേണ്ടതൊക്കെ ആയിട്ട് വരും. സോ തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാവുന്ന ഈ ഇഷ്യൂസുകളൊക്കെ തരണം ചെയ്യാനായിട്ട് ചിലപ്പോ കൗൺസിലേഴ്സിനെ ആയിരിക്കും അവരെ പ്രദാനം ചെയ്യുന്നത്. ചിലപ്പോ അതല്ലെങ്കിൽ അവരുടെ എന്താണ് ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ ലീഗലായിട്ടുള്ള അഡ്വക്കേറ്റ്സിനെ ആയിരിക്കും അവർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്. എനിവേ എന്താണോ എംപ്ലോയിയുടെ ആവശ്യങ്ങൾ പ്രോബ്ലംസുകൾ അല്ലെ അതിനൊക്കെ ഒരു സൊല്യൂഷൻസ് അല്ലെങ്കിൽ അവരുടെ നോളജ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള സൊല്യൂഷൻസ് അതെല്ലാം അവരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. Then we need to talk about the education of a member workers. It covers all areas of their lives. ഇതിലുള്ള എല്ലാ ഏരിയാസിലും അവർക്ക് എഡ്യൂക്കേഷൻസ് പ്രദാനം ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മള് ഇപ്പൊ എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി തൊഴിലിടത്തിൽ അഭിമുഖീകരിക്കുന്ന കാര്യം മാത്രമല്ല വീടുകളിലെ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ടാവും. കുറച്ച് അല്ലെ നമുക്കറിയാം കുട്ടികളെ മാതാപിതാക്കൾ പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ കുട്ടികളെയൊക്കെ കൈകാര്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അല്ലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നോളജ് കിട്ടേണ്ടതുണ്ടാവാം. സോ അത്തരത്തിലുള്ള എല്ലാ എഡ്യൂക്കേഷനും ഇവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു നേതൃത്വം വഹിക്കുന്നു. For improving their social lives, makes them aware about their environment, increases their knowledge, especially regarding issues that are of utmost importance to them, their basic rights and their duties, etc. Okay. അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ അല്ലെ അതിനെ കുറിച്ചിട്ടൊക്കെ മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ മിക്കപ്പോഴും മാതാപിതാക്കളുടെ മീറ്റിങ്ങുകളൊക്കെ അല്ലെ അപ്പൊ വിജിലന്റ് ആയിരിക്കണം പല കുട്ടികളൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതകളുണ്ട് അല്ലെ. എപ്പോഴും അതിനനുസരിച്ചിട്ടുള്ള മുന്നറിയിപ്പുകളും കാര്യങ്ങളും അല്ലെ എന്തിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ തീർച്ചയായിട്ടും ഇവർക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള പല സെമിനാറുകളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബുക്ക്ലെറ്റ് വഴിയോ അല്ലെ ഇതൊക്കെ
പ്രദാനം ചെയ്യപ്പെടുക എംപ്ലോയീസിന് അവൈലബിൾ ആക്കി കൊടുക്കാനായിട്ട് ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ലഭ്യമാക്കി കൊടുക്കുന്നത്. The government is also being helped by some central organizations in executing various schemes related to the education of workers of the company. ഓക്കെ, ചിലപ്പോ നമുക്കറിയാം അല്ലെ, കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നോളജ് അല്ലെ, കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും അതിനെ കുറിച്ചിട്ടൊന്നും നോളജ് ചിലപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റിലുള്ള എംപ്ലോയീസിനൊന്നും ലഭ്യമാകണമെന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമുക്ക് ഇതിന്റെ കമ്പനിയിൽ അല്ലെ നമുക്ക് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള എല്ലാം തന്നെ എല്ലാ എംപ്ലോയീസിനും അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും ഉണ്ടായത് വരില്ല അല്ലെ, സാധ്യതയില്ലേ? എല്ലാ എംപ്ലോയീസിനും എല്ലാ ലീഗലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും നോളജ് ഉണ്ടാകുമോ? എല്ലാ എംപ്ലോയീസിനും നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിവുണ്ടാവോ? ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ വരുമ്പോഴൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം അതെല്ലാം ആ തരത്തിലുള്ള അറിവെല്ലാം തന്നെ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഓക്കെ, സെൻട്രലി അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ചില അല്ലെ നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് വന്ന് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തു എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് യൂണിയന്റെ ഇടപെടൽ കൊണ്ടാണ് അവിടെ കേന്ദ്രത്തിൽ നിന്ന് വന്ന് ഇങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് ടാക്സ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെ നികുതി കരം സംബന്ധമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോ എല്ലാ നോളജും എംപ്ലോയീസിന് അല്ലെ കിട്ടണമെന്നില്ല, അറിയണമെന്നില്ല. സോ അത്തരത്തിലൊക്കെ വരുമ്പോഴും തീർച്ചയായിട്ടും അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അറിവ് പ്രകടമാക്കി ലഭ്യമാക്കി കൊടുക്കാനൊക്കെ ആയിട്ടുള്ള സേവനങ്ങളൊക്കെ ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ വിദ്യാഭ്യാസം എന്തിനെ കുറിച്ചിട്ടുള്ള വിദ്യാഭ്യാസം എംപ്ലോയീസിന് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് മീഡിയേറ്റർ ആയിട്ട് ആരുണ്ട്? ട്രേഡ് യൂണിയനുകളൊക്കെ ഉണ്ടായെന്നുള്ളതാണ്. സോ മനസ്സിലാക്കുക, ആൻസിലറി പെൻഷൻസ് എന്ന് പറയുമ്പോൾ വെൽഫെയർ ആക്ടിവിറ്റീസിന് അവരുടെ പ്രവർത്തിക്കുന്നു. എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നു. അവരുടെ ഫാമിലി ഇൻകൊക്കെ വർദ്ധിപ്പിച്ച് കൊണ്ടെടുക്കാൻ വരാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നു. അത് മാത്രമല്ല എഡ്യൂക്കേഷൻ അല്ലെ, എല്ലാത്തിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ നിന്ന് വരെ അവർക്ക് നോളജ് ലഭ്യമാകേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവൈലബിൾ ആക്കുന്നു. Then third one പറയുന്നത് publication of periodicals, newsletters or magazine. യൂണിയൻ നല്ല അത്യാവശ്യം നല്ല കോണ്ടാക്ട് ഉള്ള യൂണിയനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മന്ത്ലിയില് അവരുടെ മാഗസീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അവരുടെ മാഗസീനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അറിവുകൾ ഉണ്ടാവും. നമുക്ക് in order to communicate the policies and viewpoints on various important issues to the members, large unions get a newsletter, magazine or periodical published. ഓക്കെ, നമുക്ക് വീക്കിലിയോ മന്ത്ലിയോ ഒക്കെ അവരുടെ ന്യൂസ്ലെറ്ററോ മാഗസീൻസ് ഒക്കെ നമുക്കറിയാം ലാർജ് മിക്കവാറും കമ്പനികളിലെല്ലാം യൂണിയന്റെ നേതൃത്വത്തില് അവിടെ ലഭ്യമാക്കി കൊടുക്കുന്നു. അതിൽ എന്താണ് പ്രധാനമായിട്ട് വരുന്നത്? ആശയവിനിമയങ്ങളാണ് അല്ലെ. എല്ലാ തരത്തിലുള്ള ഇന്ന കാര്യങ്ങൾ ഇന്ന നയങ്ങളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്, ഇന്ന കാഴ്ചപ്പാടിലൂടെയാണ് ഇതൊക്കെ രൂപീകരിച്ചിരിക്കുന്നത് അല്ലെ. അതിനെ കുറിച്ചിട്ടൊക്കെ എംപ്ലോയീസിന് എല്ലാത്തിനെയും കുറിച്ചിട്ട് നോളജ് ഉണ്ടാവില്ല. വലിയ വലിയ കമ്പനിയൊക്കെ ആവുമ്പോൾ ഒരു ചെറിയ ഡിപ്പാർട്ട്മെന്റിൽ ഒക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത് അല്ലെ. ആ വലിയ കമ്പനിയുടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിലെ കുറിച്ചിട്ട് അവരുടെ എംപ്ലോയീസിനെ കുറിച്ചിട്ടൊന്നും അല്ലെങ്കിൽ നിയമങ്ങളെ കുറിച്ചിട്ടൊന്നും ഇവർക്ക് ബോധവാന്മാരാവണമെന്നില്ല. സോ അത്തരത്തില് ബോധവാന്മാരാക്കാനായിട്ടായിരിക്കും ഈ ന്യൂസ് ലെറ്റേഴ്സും അല്ലെങ്കിൽ മാഗസീൻസ് ഒക്കെ എംപ്ലോയീസിന് ഉപകാരപ്രദമാകും. These tools also help them in communicating the personal events such as births, deaths, marriage, promotions, and other achievements of a member workers. Okay, ചിലപ്പോഴൊക്കെ നമ്മൾ പറയും അല്ലെ ഒരു കമ്പനിയിലാണ് റിലേറ്റീവ്സ് ആണ് പക്ഷെ നമ്മൾ അറിയില്ലായിരുന്നു എന്നൊക്കെ പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും വലിയ കമ്പനി ആകുമ്പോൾ ഒരു ബ്രാഞ്ചിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും പരസ്പരം അറിയണമെന്നില്ല അല്ലെ. റിലേറ്റീവ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അഥവാ അങ്ങനെ അറിഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും മാധ്യമത്തിലൂടെ ആയിരിക്കും ഇന്ന പേഴ്സൺ ഇന്ന വീട്ടു പേര് അല്ലെ. അപ്പൊ അവരെ കുറിച്ച് അപ്പൊ ഇന്ന ആളെ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത്തരത്തില് എല്ലാ മെമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയിലുള്ള വ്യക്തികളെ കുറിച്ചിട്ടൊക്കെ അവരുടെ ബർത്ത്സ്, ഡെത്ത്സ്, മാരേജ്, പ്രൊമോഷൻസ് ഇൻകേസ് ചിലർക്കൊക്കെ പ്രൊമോഷൻ സാധ്യതകൾ ഉണ്ടോ എന്ന് തന്നെ അറിയുന്നത് അവർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയോ അവരുടെ ഇയറും ഒക്കെ വെച്ച് ഒന്ന് താരതമ്യമൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം
അതിനൊക്കെ ഉള്ള അറിവ് ലഭ്യമാക്കി കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ വഴിയാണ്. അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് യൂണിയന്റെ സപ്പോർട്ട് കൂടിയിട്ടായിരിക്കും. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് റിസർച്ച്. ആൻസിലറി ഫങ്ഷൻസിലെ ലാസ്റ്റ് വൺ പറയുന്നത് റിസർച്ച് ആണ്. അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻ നീഡ്സ് ടു കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ഇൻ എ ട്രേഡ് യൂണിയൻ. നമുക്കറിയാം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം എന്ന് പറയുമ്പോൾ അവിടെ വോട്ടെടുത്ത് നമ്മള് അല്ലെ എംപ്ലോയീസ് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അവർ നല്ല ആക്റ്റീവായിട്ട് വർക്കൊന്നും ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ അവർക്ക് വോട്ടൊന്നും കിട്ടില്ല അല്ലെ. സാധ്യതയില്ലേ? ഒരു ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ വീണ്ടും അവർക്ക് വോട്ട് കൊടുക്കുമോ? വോട്ട് കൊടുക്കാൻ സാധ്യതയുണ്ടോ? നമ്മള് എംപ്ലോയീസ് എല്ലാവരെയും ഇല്ല അല്ലെ. എംപ്ലോയീസിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവര് ഇലക്ഷനൊക്കെ ജയിച്ചു വരുന്നത്. അപ്പൊ നേതൃനിരയിൽ ഇരിക്കുന്നവര് നല്ല രീതിയിലുള്ള വർക്കിംഗ് വേണം അല്ലെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ. അപ്പൊ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നോളജ് ഉണ്ടാവണം അല്ലെ. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നത് ശാസ്ത്രീയ രീതിയിൽ തന്നെ അവിടെ മനസ്സിലാക്കി വിശകലനമൊക്കെ ചെയ്ത് എന്തെങ്കിലും ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് പിന്നീട് അവർക്ക് നിലനിൽപ്പുണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ പറയുന്നത് തന്നെയാണ് അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻ നീഡ്സ് ടു ബി കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ഇൻ എ ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ തീർച്ചയായിട്ടും ശാസ്ത്രീയമായ രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യേണ്ടതുണ്ട്. The collected information should then be neatly analyzed for the negotiation process. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചർച്ച സംഘടിപ്പിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഴ്ചയിലായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയൊക്കെ ഉണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിക്കും അല്ലെ. പിന്നെ ഇപ്പൊ എന്തെങ്കിലും GST എന്തെങ്കിലും അല്ലെ ടാക്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്, നമ്മുടെ കമ്പനിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതിനൊക്കെ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു മുന്നേ അറിവ് അത് സമ്പാദിക്കേണ്ടത് ട്രേഡ് യൂണിയനാണ്. അതിനനുസരിച്ചിട്ടുള്ള തീർച്ചയായിട്ടും ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിച്ച് അവിടെ അതൊക്കെ അനലൈസ് ചെയ്യേണ്ടതും എന്താണ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ്. The union leaders must know about the productivity of its members and the wage practices that are prevalent in their industry as well as other industries of a similar nature. നമുക്കറിയാം മറ്റു ഇൻഡസ്ട്രീസ് ഇതേപോലെയുള്ള മറ്റു ഇൻഡസ്ട്രീസ് ഒക്കെ ആണെങ്കിൽ അവിടുത്തെ വേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അല്ലെ. ഇവിടെ എംപ്ലോയീസിന്റെ ഒക്കെ പ്രൊഡക്ടിവിറ്റി ഉത്പാദനക്ഷമതയൊക്കെ എങ്ങനെയാണ് അവര് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ അവർക്ക് വേജസും കാര്യങ്ങളൊക്കെ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നുണ്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും വിലയിരുത്തേണ്ടത് അത് മനസ്സിലാക്കേണ്ടതെല്ലാം ട്രേഡ് യൂണിയനുകളാണ്. They need this knowledge in order to put forward the demands of a wage increase for workers. വേണമെങ്കിൽ ഇനി ഇതൊക്കെ വെച്ച് ഈ നോളജ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടെയുള്ള എംപ്ലോയീസ് അതിനനുസരിച്ചുള്ള വേജസ് ഒന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചിട്ട് ഡിമാൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് മുൻകൈ എടുക്കുന്നത് ട്രേഡ് യൂണിയൻ ആയിരിക്കും. Most of the union conducted their own homework in this aspect by considering the practical aspects, especially their day-to-day workplace issues, etc. Okay, നമുക്കറിയാം ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്യൂസുകൾ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തില് അല്ലെ അവർക്ക് എന്തെങ്കിലും നമുക്കറിയാം മുൻകരുതലോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെ അതനുസരിച്ചിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഡിസ്കഷനോ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി അവർക്ക് അല്ലെ മറ്റു കമ്പനികളെ വിളിക്കുകയോ അവർക്ക് ഇന്ന വർക്കിംഗ് കണ്ടീഷൻസ് പ്രദാനം ചെയ്യുന്നുണ്ട്, വേജസ് കൊടുക്കുന്നുണ്ട്, അതൊന്നും ഇവിടെ സൗകര്യങ്ങളൊന്നും ഇല്ല, അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള നിലപാടുകൾ തീർച്ചയായിട്ടും തൊഴിലുടമയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതെല്ലാം ലഭ്യമാക്കി കൊടുക്കാനായിട്ട് ട്രേഡ് യൂണിയനുകളാണ് പ്രവർത്തിക്കുന്നത്. സോ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഗവേഷണം നടത്തുകയാണ്. ഇൻ കേസ് മാർക്കറ്റിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വരാം, അതല്ലെങ്കിൽ മറ്റു മാതിരിയുള്ള സിഗ്നൽ കമ്പനികളിലെ എംപ്ലോയീസുമായിട്ട് ലഭ്യമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ ഒരു ഗവേഷണം നടത്തുകയാണ്. അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുക്കുന്നത് ട്രേഡ് യൂണിയൻ. ഓക്കെയാണോ? ജസ്റ്റ് പോയിന്റ്സുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. 4 ഫങ്ഷൻസേ ഉള്ളൂ. ആൻസിലറി ഫങ്ഷൻസിന്റെ സബ് ഫങ്ഷൻസ് ആയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. വെൽഫെയർ ആക്ടിവിറ്റീസും എഡ്യൂക്കേഷനും
publications of periodicals, newsletters, and magazines and research again. Okay, just ഒന്ന് വായിച്ചു നോക്കാം. അല്ലേ? ക്ലിയർ അല്ലേ? എന്താണ് ആൻസിലറി ഫങ്ഷൻസ് എന്നൊക്കെ ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അതായത് വേരിയസ് സർവീസ് ദാറ്റ് ആർ പ്രൊവൈഡ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ലെ, അങ്ങനെ പുതിയ തരത്തിലുള്ള നിയമപരമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾ അല്ലെ, അങ്ങനെ ഇംപ്രൂവ് അവരുടെ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിനെയൊക്കെ നമുക്ക് എന്താ പറയാം, ആൻസിലറി ഫങ്ഷൻസ് എന്ന് പറയാം. സേവ അതൊന്ന് ജസ്റ്റ് ഒന്ന് അബ്രിവേഷൻ ഒന്ന് നോട്ട് ചെയ്തേരെ. സെൽഫ് എംപ്ലോയ്ഡ് ഗവൺമെന്റ് അസോസിയേഷൻ. Then in order to communicate the policies and viewpoints on various important issues to the members, അല്ലെ, അത് ഏതിലൂടെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? പബ്ലിക്കേഷൻ ഓഫ് പീരിയോഡിക്കൽസ്, ന്യൂസ് ലെറ്റേഴ്സ്, മാഗസീൻസ് ഒക്കെ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ലെ, അത് ആശയവിനിമയം നടത്തുന്നത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഏതെങ്കിലും പോയിന്റ്? എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണോ? ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻ. ഓക്കെ, ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയനിൽ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്. അവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. Different types of unions can be classified in the following basis. Trade union ആ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, കാരണം ഇതിൽ നിന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാൻ സാധിക്കും. അതായത് ട്രേഡ് യൂണിയനെ തിരിച്ചിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്, ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും on the basis of a membership structure, അവരുടെ യൂണിയനിലെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ഘടനയുടെ അടിസ്ഥാനത്തിലും തിരിച്ചിട്ടുണ്ട്. On the basis of a purpose ആണെങ്കിൽ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു, റിഫോമിസ്റ്റ് യൂണിയൻ ആൻഡ് റവല്യൂഷണറി യൂണിയൻ. അതായത് വിപ്ലവകരമായിട്ടുള്ള യൂണിയൻ ഉണ്ടാക്കുന്നത് അല്ലെ. റിഫോമിസ്റ്റ് യൂണിയൻ ആണെങ്കിൽ ബിസിനസ് യൂണിയൻ, അപ്ലിഫ്റ്റ് ഓർ ഫ്രണ്ട്ലി യൂണിയൻ ആണ്. റവല്യൂഷണറി യൂണിയൻ ആണെങ്കിൽ അനാർക്കിസ്റ്റ് യൂണിയൻ, പൊളിറ്റിക്കൽ യൂണിയൻ, പ്രീഡേറ്ററി യൂണിയൻ ആയിട്ട് ഡിപെൻഡന്റ് യൂണിയൻ. ഓക്കെ, ദെൻ മെമ്പർഷിപ്പ് സ്ട്രക്ചറിന്റെ ബേസിലാണെങ്കിൽ ക്രാഫ്റ്റ് യൂണിയൻ, ഇൻഡസ്ട്രിയൽ യൂണിയൻ, സ്റ്റാഫ് യൂണിയൻ, ജനറൽ യൂണിയൻ. ഓക്കെ, നമ്മൾ ഡീപ്പായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്.
ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേഡ് യൂണിയനില് റിഫോമിസ്റ്റ് യൂണിയൻ ആണ് ഫസ്റ്റ് വൺ. അതിൽ വരുന്ന ട്രേഡ് യൂണിയൻ ഉണ്ട്, ബിസിനസ് യൂണിയൻ ഉണ്ട്, ഫ്രണ്ട്ലി ആർട്ടിസ്റ്റ് യൂണിയൻ. ദെൻ റവല്യൂഷണറി യൂണിയൻസ് ആണ്. റവല്യൂഷണറി യൂണിയൻസിലും കുറച്ച് യൂണിയൻസ് വരുന്നുണ്ട്. പൊളിറ്റിക്കൽ യൂണിയൻ ആൻഡ് അനാർക്കിസ്റ്റ് യൂണിയൻ, പ്രിഡേറ്ററി യൂണിയൻ, ആന്റി യൂണിയൻ. And classification of union on the basis of a membership structure. അത് അന്തർ കാറ്റഗറി തന്നെയാണ്. ഓക്കെ, അപ്പൊ അതില് നമ്മള് കണ്ടു അല്ലെ, ഇതിലിപ്പോ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചറിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്നൊക്കെ ചോദിച്ച് ഓട് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അപ്പൊ നിങ്ങളത് ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. മെമ്പർഷിപ്പ് സ്ട്രക്ചറിന്റെ ബേസിലുള്ള യൂണിയൻ ആണ് എന്തൊക്കെ യൂണിയൻ? ക്രാഫ്റ്റ്, ഇൻഡസ്ട്രിയൽ, സ്റ്റാഫ്, ജനറൽ. അമ്മയില് വരുന്നുണ്ടോ? ക്രാഫ്റ്റ്, ഇൻഡസ്ട്രിയൽ, സ്റ്റാഫ്, ജനറൽ. അതേമാതിരി തന്നെ ബേസിസ് ഓഫ് പർപ്പസ്. പർപ്പസ് ആണെങ്കിൽ രണ്ട് വിഭാഗമാണുള്ളത്. അതിൽ റിഫോമിസ്റ്റ് യൂണിയനും റവല്യൂഷണറി യൂണിയനാണ്. റിഫോമിസ്റ്റ് യൂണിയനിൽ വീണ്ടും രണ്ടാണ്, ബിസിനസ് യൂണിയൻ ആൻഡ് അപ്ലിഫ്റ്റ് ഫ്രണ്ട്ലി. Then revolutionary union, anarchist, political, predatory, dependent. Okay, just on that chart നോക്കുക. ചാർട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഗ്രഹിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. ജസ്റ്റ് വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. പറഞ്ഞു ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്. പർപ്പസില് റിഫോമിസ്റ്റ് യൂണിയനും ഉണ്ട്, റെവല്യൂഷണറി യൂണിയനും ഉണ്ട് അല്ലെ. റിഫോമിസ്റ്റ് യൂണിയൻ നോക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ട്രേഡ് യൂണിയൻ ഓൺ ദ ബേസിസ് ഓഫ് എ പർപ്പസ് അക്കോർഡിംഗ് ടു വേരിയസ് പർപ്പസസ് that they serve. Trade unions can be of the following types. The first one are reformist unions. അതില് പറയുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്ന റിഫോമിസ്റ്റ് യൂണിയൻ, പരിഷ്കൃത യൂണിയൻ ആണ്. അതില് നോക്കുകയാണെങ്കിൽ the main aim of a reformist union is to be preserve the capitalist economy and to maintain such types of employee relations that can lead to competitive production. ഓക്കെ, നമുക്കറിയാം പൊതുവെ എന്താണ് എംപ്ലോയീസിന് ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ടാണ് യൂണിയനുകളൊക്കെ നിലകൊള്ളുന്നത്. എന്നാലും ഇവിടെ മുതലാളിത്ത എക്കോണമി സിസ്റ്റം ആണ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് തൊഴിലുടമയെ ഒന്നും അധികം നശിപ്പിക്കാതെ അല്ലെ, അവര് പറയുന്ന കാര്യങ്ങൾ മുതലാളിത്തത്തിനെ തന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഒരു എംപ്ലോയറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, മുതലാളിത്ത വ്യവസ്ഥയെ അവരെ മാറ്റിമറിക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എംപ്ലോയിയെ സംരക്ഷിച്ചു പോകുന്നതെങ്കിൽ അത് റിഫോമിസ്റ്റ് യൂണിയനുകളാണ്. The main aim of a reformist union is to preserve the capitalist economy and to maintain such types of employee relations that can lead to competitive production. Okay, നമുക്കറിയാം ഈ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഈ അല്ലെ പ്രൊഡക്ഷൻ, നമുക്ക് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ തന്നെ പോകുമ്പോൾ അവിടെ മുതലാളിത്ത വ്യവസ്ഥയെ സ്വാധീനിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. This union also prefer to carry on the prevalent political, economic and social framework. അവിടെ ഓൾസോ എന്താണ് പ്രിവാലന്റ് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട്, നിയമപരമായിട്ട്, സാമൂഹ്യപരമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ യൂണിയൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആൻഡ് മെയിൻറ്റെയിൻ സച്ച് ടൈപ്പ് ഓഫ് റിലേഷൻസ് അല്ലെ. Main aim of reformist unions to preserve the capitalist economy. മുതലാളിത്ത വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യും. അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ രണ്ട് നമ്മൾ ഒന്നിച്ചെടുത്ത് പോകണ്ട, നിങ്ങൾക്ക്
പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. ചാർട്ട് മനസ്സിലാക്കി വെക്കാം. റിഫോമിസ്റ്റ് യൂണിയനും റെവല്യൂഷണറി യൂണിയനും. റിഫോമിസ്റ്റ് യൂണിയനില് രണ്ട് യൂണിയന്റെ പേര് വൈകാണ്ടാക്കുക. ബിസിനസ് യൂണിയൻ ആൻഡ് അപ്ലിഫ്റ്റ് ഓർ ഫ്രണ്ട്ലി. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസില് റിഫോമിസ്റ്റ് യൂണിയനും റെവല്യൂഷണറി യൂണിയനും ഉണ്ട്. റിഫോമിസ്റ്റില് ബിസിനസ് യൂണിയൻ, അപ്ലിഫ്റ്റ്, ഫ്രണ്ട്ലി യൂണിയൻ. ഓക്കെ, നമ്മൾ എല്ലാ യൂണിയനുകളും കൂട്ടി തരുമ്പോൾ ഇത് ഏത് യൂണിയൻ ആണെന്ന് ചോദിച്ചാൽ റെവല്യൂഷണറി യൂണിയൻ ആണോ അല്ലെങ്കിൽ റിഫോമിസ്റ്റ് യൂണിയൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കണം, ഓർത്ത് വെക്കണം. റിഫോമിസ്റ്റ് യൂണിയന്റെ അണ്ടറിൽ രണ്ടെണ്ണമാണ് ഉള്ളത്. ബിസിനസ് യൂണിയനും അപ്ലിഫ്റ്റ് ഓർ ഫ്രണ്ട്ലി യൂണിയൻ. ഓക്കെ അല്ലേ? എന്താണ് റിഫോമിസ്റ്റ് യൂണിയൻ എന്ന് വെക്കുമ്പോൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് ഇതിൽ പറയുന്നത്? Reformist unions is to preserve the capitalist economy and to maintain such a type of employee relation that can lead to competitive production. Okay, അങ്ങനെ എംപ്ലോയി ആയിട്ട് റിലേഷൻഷിപ്പ് കൊടുത്ത് അല്ലെ അവിടെ മുന്നോട്ട് പോകുന്ന ഒരു യൂണിയൻ ആണ്. അതായത് ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ നെക്സ്റ്റ് വായിച്ചു നോക്കിയിട്ട് വരാം. അടുത്ത പോയിന്റ് മുതൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ അടുത്തേല്? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.